ഹലോ മൈ ഡിയർ സ്റ്റാർ സോൾ ആത്മ നമസ്തേ. വെൽക്കം ടു സമാരാധ്യ കോസ്മിക് ഇൻസൈറ്റ്സ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നെടുത്തിരിക്കുന്നത്, റിലേഷൻഷിപ്പ് റീഡിംഗ്. അതിനകത്ത് തന്നെ പർട്ടിക്കുലറായിട്ടും റീയൂണിയൻ നടക്കുമോ, പോസിബിൾ ആണോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു ജനറൽ റീഡിംഗ് ആണ്, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, എന്നിട്ട് തുടർന്ന് കാണാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? എടുത്തപ്പോൾ ദ വേൾഡാണ് കിട്ടിയത്. ദ വേൾഡ് എന്ന് പറയുന്നത്, അതായത് ജീവിതത്തിലെ ഒരു കാർമിക് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു അകലം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബന്ധത്തിലുണ്ടായിരുന്ന ഒരു ഘട്ടം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു വലിയൊരു അനുഭവം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു ഘട്ടം അവസാനിച്ചതായിട്ട് നിങ്ങൾക്ക് കരുതാം. അതുകൊണ്ടാണ് രണ്ടുപേരും രണ്ട് ദിശയിലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫേസ് ചേഞ്ച് ആണ്. അപ്പോൾ ദൂരത്ത് നിന്ന് ആ റിലേഷൻഷിപ്പിനെ കാണാനും പഴയ കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും മറ്റേ വ്യക്തിയെപ്പറ്റി ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സമയമെടുക്കുന്ന ഒരു ഘട്ടമായിരിക്കും. ഈ കാർഡിന് വേറൊരു വശവും കൂടിയുണ്ട്. ഒരു ഘട്ടം അവസാനിച്ചു എന്ന് പറയുമ്പോൾ, അവസാനിക്കുക എന്ന് പറയുമ്പോൾ മറ്റേൻ്റെ ഒരു തുടക്കത്തിൻ്റെ പോസിബിലിറ്റി ഉണ്ടല്ലോ, അടുത്ത പുതിയൊരു ഘട്ടത്തിൻ്റെ തുടക്കത്തിൻ്റെ സാധ്യത കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വേർപിരിയൽ രണ്ടുപേരെയും പക്വതയുള്ള ഒരു ആളാക്കാൻ സഹായിച്ചിരിക്കാം. നമുക്ക് നോക്കാം എന്താണ് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന്. തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ പേജ് ഓഫ് സോർട്സ് ആണ്. പേജ് ഓഫ് സോർട്സ് പറയുന്നത് പക്വതയില്ലാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത സമീപനങ്ങൾ, കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഇഷ്യൂസ്, ഇതൊക്കെയാണ് പ്രായോഗികമല്ലാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തടസ്സമായിട്ട് നിന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് ചിലപ്പോൾ ഒരാൾ മാത്രം ഇമോഷണലി ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ബന്ധത്തിൽ, ഒരാൾ മാത്രം എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കാം, മറ്റേ ആൾക്ക് അതിനോട് യാതൊരു വിലയും കൊടുക്കാതെ അയാൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം വളരെ സ്നേഹമായിട്ട് പെരുമാറുകയും പെട്ടെന്ന് കാരണമില്ലാതെ അകലം പാലിക്കുകയും ചെയ്യുന്ന പാറ്റേൺ ഫോളോ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ കാരണം. അല്ലെങ്കിൽ സംസാരം വളരെ കുറവ്, അല്ലെങ്കിൽ സ്ഥിരതയോടെയുള്ള ഒരു പാറ്റേൺ ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ആശയവിനിമയത്തിലുള്ള പക്വതക്കുറവ് എന്ന് നമുക്ക് പൊതുവേ പറയാം. അതായിരിക്കും ചിലപ്പോൾ മെയിനായിട്ടും തടസ്സമായിട്ട് ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് നോക്കുമ്പോൾ ദ സ്റ്റാറാണ് വന്നത്. ദ സ്റ്റാർ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാർഡാണ്, പ്രതീക്ഷ നൽകുന്ന ഒരു കാർഡാണ്, ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ പഴയ വേദനകളൊക്കെ വളരെ സ്ലോ ആയിട്ട് മാറി തുടങ്ങും. ഒരു സ്വിച്ചിട്ട പോലെ എല്ലാം ചേഞ്ച് ആകും എന്നല്ല, വളരെ ഒരു സ്ലോ പ്രോസസ്സാണ്. ഹീലിംഗ് ഉണ്ടാകും, പഴയ വേദനകളിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാകും, മനസ്സിൽ വീണ്ടും പ്രതീക്ഷകൾ വരും. ഒരിക്കലുണ്ടായിരുന്ന ആ ബന്ധത്തിനെ വീണ്ടും സമാധാനത്തോടു കൂടി കൊണ്ടുപോകാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് അത്തരമുള്ള സ്റ്റെപ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, ഒരു സ്ലോ പ്രോസസ്സാണ്. മനസ്സിലെ മുറിവുകളൊക്കെ ആദ്യം ഹീലാകണം. പിന്നെ ഓണസ്റ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവണം, ഓപ്പൺ ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകണം. ഈ മെസ്സേജ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു.